ഇതെല്ലാം ഒന്നും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ട് വേദപുസ്തകം പഠിക്കണമെന്ന അർത്ഥത്തിലല്ല. എവിടുന്നെങ്കിലും തെറ്റിദ്ധാരണകൾ പരത്തുന്ന സാഹചര്യങ്ങൾ ഇന്ന സോഴ്സുകളുണ്ട്, ഇന്ന കാരണങ്ങളാണ് എന്ന് തിരിച്ചറിയാം. ഇതൊന്നുമില്ലാതെ ഒരു യുക്തിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് പുസ്തകം എടുത്ത് വായിച്ചതിന് ശേഷം അതിനകത്ത് കുറ്റങ്ങളും കുറവുകളും സാഹിത്യത്തിന്റെ ഭാഷയ്ക്ക് ഉപയോഗിക്കാൻ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതൊക്കെ ശരിയാണെന്ന് ധരിക്കാനായിട്ട് ഇടയായി. ഇതിനകത്ത് പഠിച്ചിട്ടുള്ള ആൾ പോലും വചനപ്രഘോഷകരുടെ എണ്ണം ഭയങ്കരമായിട്ട് പെരുകി. അതൊക്കെ നാം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലർ നേരെ സഭയോട് ബന്ധപ്പെടാതെയൊക്കെ തന്നെ വചനം പ്രഘോഷിക്കുന്നത്. വചനം 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 അത് മാത്രം മതി, ബാക്കിയൊക്കെ പരമ്പരവാദികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അവനോന്ന് തോന്നിയ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിന് നേതാവായി അങ്ങനെ വന്ന് ഓരോരുത്തരിൽ പറഞ്ഞാൽ അത് കുറെ കൂടി വചനപ്രഘോഷണം ഒരു ഭൗതിക നേട്ടത്തിനുള്ള വഴിയായിട്ട് അതപ്പതിച്ചു പോയിട്ടുള്ളതും നമുക്ക് ക്ഷീണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരികളെ, ബൈബിൾ പഠനത്തിൽ നമ്മൾ താല്പര്യപൂർവ്വം പങ്കെടുക്കുകയാണല്ലോ. നമ്മൾ ആദ്യം ഉൽപ്പത്തിയുടെ ഗ്രന്ഥം തന്നെ എടുത്ത് അതിൻ്റെ 6-7 അധ്യായങ്ങൾ 8-9 അധ്യായങ്ങൾ ജലപ്രളയത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ വീണ്ടും വീണ്ടും അനുസ്മരിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. വൈരുദ്ധ്യങ്ങളുണ്ട് വേദപുസ്തകത്തിൽ, അല്ലെങ്കിൽ ബൈബിളിൽ, അല്ലെങ്കിൽ ആവർത്തനങ്ങളുണ്ട് ബൈബിളിൽ. ഇത് തിരുത്തപ്പെട്ട ഗ്രന്ഥമാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ പല ഭാഗങ്ങളിലും കോർണറിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ശരിയായ ബൈബിൾ പഠനം നടത്തിയിട്ടുള്ളവർക്ക് വളരെ കൃത്യമായി ഇതിനൊക്കെ ഉത്തരങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വച്ചിരുന്നത് പോലെ ബൈബിൾ പഠന ആ ശാല വളരെ വിശാലമായ ഒന്നാണ്. ലോകത്തിൽ ഇത്രയധികമായി ഗവേഷണം നടത്തപ്പെടുന്ന ഒരു ഗ്രന്ഥം വേറെയില്ല എന്ന കാര്യം നമുക്കറിയാം. അത് 1-2 വർഷങ്ങൾ കൊണ്ട് രചിച്ചതുമല്ല, 2100 വർഷം കൊണ്ട് രൂപപ്പെട്ടതാണെന്നും അത് അത്രയും നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ദൈവാത്മാവിൽ നിറഞ്ഞവരെ കൊണ്ട് ദൈവനിവേശനത്തെ രൂപപ്പെട്ടതാണ് എന്ന കാര്യമൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാനായിട്ട് ആളുകൾക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ബൈബിളിൻ്റെ അനശ്വരത്വം മനസ്സിലാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. ദിസ് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനമാണ്, വചനം ശക്തിയാണ്. അതുകൊണ്ട് ഈ പഠന ശാഖ പരമ്പരകളിൽ കിടക്കുമ്പോൾ ഇന്ന് ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. വേദപുസ്തകത്തിൻ്റെ 2-3 പ്രധാനപ്പെട്ട ശാഖകളെ കുറിച്ച് അറിയുകയാണ്. അതാണ് ട്രഡീഷൻ ക്രിറ്റിസിസം എന്ന് നമ്മൾ പറയുന്നത്. പാരമ്പര്യങ്ങളെ എടുത്ത് നോക്കുന്ന ട്രഡീഷൻ ക്രിറ്റിസിസം, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയും. അതായത് BC 587 തുടർന്ന് 537 ഇസ്രായേൽ ജനം തിരിച്ചെത്തിയപ്പോൾ അവർക്ക് ദേവാലയം പണിതേണ്ടതായിട്ട് വന്നപ്പോൾ അന്ന് പണ്ടുണ്ടായിരുന്ന ആ വലിയ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അവിടെ ഉണ്ടായിരുന്ന ജനം തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളുമായിട്ട് സങ്കരവർഗത്തിൽപ്പെട്ട് യഥാർത്ഥത്തിലുള്ള യഹോവയുള്ള വിശ്വാസം ഇല്ലാണ്ട് വന്നു. അങ്ങനെയാണല്ലോ സമറിയാക്കാരെന്ന് പറഞ്ഞ വിഭാഗം തന്നെ ഉണ്ടായ നമുക്കറിയാം. അവരുടെ ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ അവരന്ന് അവരുടെ ചിന്ത അനുസരിച്ച് ഗരീസി മലമുകളിൽ സമറിയായിലാണ് അവരുടെ ജെറൂസലേമിന് പകരമുള്ള ആരാധനാലയമെന്നും ഇതൊക്കെയാണ് സമറിയാക്കാരി സ്ത്രീയുടെ കർത്താവിൻ്റെ സംഭാഷണ വേളയിൽ സമറിയാക്കാരി സ്ത്രീ പറയുന്ന ചോദ്യം ഇതാ: നിങ്ങൾ ആരാധന നടത്തുന്ന ജെറൂസലേമിലാണല്ലോ എന്ന് പറയുന്നു, പക്ഷെ ഞങ്ങളുടെ പൂർവികർ പറയുന്നത് ഗരീസീമിലാണ്. എവിടെയാണ് യഥാർത്ഥ ആരാധന നടത്തുന്ന യോഗ്യം ഉണ്ടായത്? അങ്ങനെയാണ്. അതുകൊണ്ട് സങ്കര വിഭാഗത്തിൽപ്പെട്ടപ്പോൾ ദേവാലയം പണിയാൻ ഒരുങ്ങിയ ആൾക്കാർ അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ദേവാലയം എന്തിനാ? ഇന്നും ചിന്തിക്കേണ്ടതാ, എന്തിനാ ദേവാലയം? ഇന്ന് നമ്മൾ ബൃഹത്തായ ദേവാലയം പണിതുകൊണ്ടിരിക്കുക. പക്ഷേ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ള ചിന്ത നമ്മൾ ഭരിക്കേണ്ടതാണ്. വിശ്വാസമില്ലാത്ത ജനതയാണെങ്കിൽ ഇപ്പം ദേവാലയം എന്തിനാ? അതുകൊണ്ടാണ് അവർ തീരുമാനിച്ചു, എസ്രാ നെഹമിയ തുടങ്ങിയ വലിയ അന്നത്തെ നേതാക്കന്മാർ, ഗവർണറായിരുന്നു നെഹമിയ. അപ്പോൾ അവർ ചിന്തിച്ചത് ഇതാണ്: യഥാർത്ഥത്തിലുള്ള ദൈവീയ വെളിപാടിൻ്റെ കാര്യങ്ങൾ ഇവിടെ പഠിപ്പിച്ചതിന് ശേഷം വേണം പള്ളി പണിയാൻ. എന്നാ ചിന്ത നമുക്കുണ്ടോ? നമുക്കിപ്പോൾ പള്ളി പണിയണമെന്ന് വിചാരിക്കുന്നത് എന്താ? വലിയ ബൃഹത്തായ ദേവാലയം നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രൗഢിയുടെ ചിഹ്നമായിട്ട് പണിത് വയ്ക്കണം എന്ന്. അപ്പോൾ ഓർത്തോണമേ,
പ്രൗഢഗംഭീരമായ ദേവാലയത്തെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇത് കല്ലുമേ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്ന്. അപ്പോൾ ഒരു ദേവാലയം ഈ വലിയ പ്രൗഢഗംഭീരമായ കൺസ്ട്രക്ഷൻ അല്ല, അത് വലിയ ഭയങ്കരമായ ലോകത്തുള്ള ഒരു പക്ഷേ ഒരു മ്യൂസിയമായിട്ട് തീരാവുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ല ദേവാലയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേവാലയം ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പം അതുകൊണ്ട് ഈ ദേവാലയം പണിക്ക് മുമ്പ് തന്നെ അതിനു വേണ്ടി ഉദ്യുക്തരായ ആൾക്കാർ ആദ്യം ചെയ്തത് വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ എവിടെല്ലാം നിറഞ്ഞു നിൽപ്പുണ്ടോ, അതിൻ്റെ പാരമ്പര്യങ്ങൾ എവിടെല്ലാം സ്വാധീനിച്ചിട്ടുണ്ടോ അവയൊക്കെ ഒന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നതായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ നിങ്ങളെ നേരത്തെ പഠിപ്പിച്ചത് 4 പാരമ്പര്യങ്ങളുണ്ടായി. അതായത് പാരമ്പര്യം, യഹോവ പാരമ്പര്യം. എങ്ങനെ തിരിച്ചറിയുന്നത്? നമുക്കറിയാം, ഒരു ആത്മീയ ഗ്രന്ഥം എടുത്താൽ അതിനകത്ത് സാധാരണയിൽ അവരുപയോഗിച്ചിരിക്കുന്ന ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന വാക്ക് കണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആര് ഏത് മതത്തിൽപ്പെട്ട ആളാണ് ആ ഭക്തഗ്രന്ഥം എഴുതിയതെന്ന് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരു ക്രിസ്ത്യാനിയുടെ ഗ്രന്ഥമാണെങ്കിൽ കർത്താവേ 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 എന്ന പദം സ്വാഭാവികമായിട്ടും കടന്നു വരും. അതേസമയത്ത് ഒരു ഹിന്ദുവിൻ്റെ ആണെങ്കിൽ ഈശ്വരൻ 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 എന്നുള്ള പദം തന്നെ കടന്നു വരും. മറ്റൊരു വിഭാഗത്തിൻ്റെ ആണെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ ആര് എഴുതുകയാണെന്നറിയാം. ഇങ്ങനെ ഒരു തിരിച്ചറിവിനാണ് പാരമ്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ. യഹോവ പാരമ്പര്യം എന്ന് പറയുന്നത് അവരുടെ എല്ലാ തലങ്ങളിലും ദൈവത്തെ അവർ അഭിസംബോധന ചെയ്യുന്ന ഈ യാവേ യഹോവ എന്ന അങ്ങനെ ഒരു പാരമ്പര്യം എന്ന് പറയും. അതേ സമയത്ത് മറുവിഭാഗം അത് ആ പ്രദേശത്തായിരിക്കണമെന്നില്ല. ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിൽ മറുവശത്ത് ദൈവത്തെ അതീതനായിട്ട് കണ്ടുകൊണ്ട് എല്ലാ ദൈവങ്ങളും ഉപരിയുള്ള ദൈവമാണ് എന്ന അർത്ഥത്തിൽ എലോഹീം എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എലോഹീം എന്ന് പറയുന്ന പദം കൂടുതൽ വരുന്ന ഒരു ഏതെങ്കിലും വിവരണം കിട്ടിയാൽ അത് എലോഹീം പാരമ്പര്യത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പുരോഹിത കേന്ദ്രീകൃത അല്ലെങ്കിൽ ദൈവനാമ കേന്ദ്രീകൃത ദൈവാരാധന കേന്ദ്രീകൃത കാര്യങ്ങളാണ് കൂടുതൽ കടന്നു വരുന്നതെങ്കിൽ അത് പുരോഹിത പാരമ്പര്യം, പ്രീസ്ലി ട്രഡീഷൻ എന്ന് പറയാറുണ്ട്. നാഭയത്തെ നിയമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെടുത്ത് മനുഷ്യനെ അനുസ്മരിപ്പിക്കുന്ന നിയമം എന്ന് പറയുന്ന 10 കൽപ്പനയാണ്. ഈ 10 കൽപ്പനകളെ എപ്പോഴും അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത് ദൈവജനത്തെ. അങ്ങനെ അനുസ്മരിപ്പിക്കുന്ന വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ട കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് അങ്ങനെ പ്രബോധനങ്ങളിലൂടെ അനുസ്മരിപ്പിക്കുന്ന ഭാഗങ്ങളാണെങ്കിൽ അതിന് ഡെയൂട്ടറോണമി അഥവാ നിയമാവർത്തന പാരമ്പര്യം എന്ന് പറയും. ആ പാരമ്പര്യങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ നിയമാവർത്തന പുസ്തകം ആ പാരമ്പര്യത്തിൻ്റെതാണ്. അവിടെ എന്താ വാസ്തവത്തിൽ 4 പ്രധാന പ്രഭാഷണങ്ങളാണ്. മോശയുടെ പേരിലുള്ള 4 പ്രഭാഷണങ്ങളാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ കഥാതന്തു എന്ന് പറയും. അപ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാർ ഈ വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങളെ ചില ഭാഗത്ത് അവർ ഒന്നിച്ച് ചേർത്തങ്ങ് വെച്ചിരിക്കും. അത് വേർതിരിച്ച് കാണിക്കാൻ ഒന്നിച്ച് ചേർത്ത് വയ്ക്കുക. അപ്പം നേരെ വൈരുദ്ധ്യമായിട്ട് ചിലത് തോന്നുമ്പോൾ ജലപ്രളയത്തിൻ്റെ കാര്യം മാത്രം എടുക്കുമ്പോൾ തോന്നും. എടുത്ത് പറഞ്ഞിരിക്കും 40 ദിവസം കൊണ്ട് വെള്ളം പൊങ്ങി 40 ദിവസം നിന്ന് ജലം നിന്നിരുന്നു എന്ന് പറയുന്നിടത്ത് മറ്റൊരു ഭാഗത്ത് 150 വർഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ അത് 150 എന്ന് പറയുന്നത് പുരോഹിത പാരമ്പര്യത്തിൽപ്പെട്ടതും മറ്റേത് 40 എന്ന് പറയുന്നത് യഹോവ പാരമ്പര്യം. ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതിനകത്തെല്ലാം വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പറയാനിടയാം. അപ്പം അതുകൊണ്ട് നമ്മളത് ഉള്ളിൽ ഉൾക്കൊള്ളണം. അത് ശരിക്കും ഉൾക്കൊണ്ടിട്ട് വേണം ദേവഭാവം വായിക്കാനായിട്ട്. അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെ ഇവിടെ ഇവിടെ എന്താ ഇങ്ങനെ പറഞ്ഞിരിക്കും, അത് അതിൻ്റെ പിമ്പിലെ കാരണങ്ങൾ അറിയാൻ പാടില്ല എങ്കിൽ പണ്ഡിതന്മാർ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയാം. രണ്ടാമത്തെ ഒരു പഠന ശാഖയാണ്, അതായത് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയാറുണ്ട്. ഒന്ന് ട്രഡീഷൻ ക്രിറ്റിസിസം, രണ്ടാമത്തെ ലിറ്റററി ക്രിറ്റിസിസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏത് ഭാഷയാണ്, ഏത് ഭാഷാ രൂപമാണ് ഉപയോഗിച്ചിരിക്കും. നമുക്ക് ഒരു രൂപം മാത്രമല്ലല്ലോ, നമുക്ക് പദ്യമുണ്ട്, നമുക്ക് ഗദ്യമുണ്ട്, നമുക്ക് നോവലുകളുണ്ട്, നമുക്ക് ചെറുകഥകളുണ്ട്, നമുക്ക് നാടകങ്ങളുണ്ട്. ഇതൊക്കെ സാഹിത്യ ഭാഷാരൂപങ്ങളാണ്. അതെല്ലാം ഒരേ വിധത്തിൽ ആണല്ലോ വാല്യൂ അല്ല. വ്യത്യസ്തങ്ങളായ ഭാഷാരൂപങ്ങൾ പുസ്തകകാരൻ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്നത് എടുത്തു വെച്ചുകൊണ്ട് അതാ ഇതിനകത്ത് കഥയൊന്നുമില്ല, കാര്യമൊന്നുമില്ല, കെട്ടുകഥയാണെന്ന് പറയുമ്പോൾ നിലവിലുണ്ടായിരുന്ന ഭാഷാരൂപത്തെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ നിത്യമായ വെളിപാടിന് സന്ദേശം നൽകുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ എന്ന കാര്യം അല്പം വിനയവും അല്പം പ്രാർത്ഥനയൊക്കെ ഉള്ളവന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അപ്പം ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു പഠനശാഖയുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രത്യേക വിഭാഗം എന്ന് പറയുന്നത്
ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം എന്ന് പറയാറുണ്ട്. ടെക്സ്റ്റുവൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന പുസ്തകം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പ്രിന്റ് ചെയ്ത് വന്നത് അതേത് ഭാഷയിൽ ഇംഗ്ലീഷുള്ളത് കാണും, മലയാളത്തിലുള്ളത് കാണും. ഇതൊക്കെ എന്തൊരു ലേറ്റാണ് വാസ്തവത്തിൽ. അതുപോലെ അതിനകത്ത് പ്രത്യേകിച്ച് വേഴ്സിറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ വാക്യങ്ങളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ എഴുതിയ ആളുകളൊന്നും ആ വിധത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ വാക്യങ്ങളായിട്ട് തിരിച്ചത് പിന്നീട് പണ്ഡിതന്മാരാണ്. അതാണ് 15 നൂറ്റാണ്ടിന് ശേഷമാണ് വാക്യങ്ങളായിട്ട് വേദപുസ്തകത്തിൽ. അതിനു മുമ്പ് ചുരുളുകളായിട്ട് നിൽക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ലിറ്റററി ജേനർ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് പഠിക്കുന്ന ആ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ടെക്സ്റ്റ് പഠിക്കേണ്ടത്, അതായത് ഒരു ഭാഗം നമ്മുടെ കയ്യിലിട്ട് പ്രത്യേകിച്ച് പുതുനിയമമാണെങ്കിൽ അന്ന് പ്രസില്ലെന്ന് ഓർക്കണം, പ്രിന്റിംഗ് ഇല്ലെന്ന് ഓർക്കണം, അന്ന് കയ്യെഴുത്ത് പ്രതിവിടാം. സഭയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ ആളുകളെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ എഴുതി കോപ്പികൾ ഇങ്ങനെ എഴുതി വിടുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പറഞ്ഞു കൊടുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ കേൾക്കുന്ന നമുക്ക് തന്നെ അറിയാം, അത് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യും, ഒരാൾ എഴുതുകയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ചില ലൈൻ വിട്ടുപോകാനിടയും. അങ്ങനെ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ടെക്സ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിനകത്ത് അതിൻ്റെ പൂർണ്ണത എവിടെയാണ്, ചില ഭാഗങ്ങളിൽ പൂർണ്ണത ഇല്ലല്ലോ, അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കുമ്പോഴാണ് ടെക്സ്റ്റുവൽ ക്രിറ്റിസത്തിന് ഈ ടെക്സ്റ്റ് വിധേയമാക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പല ടെക്സ്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിയായിട്ട് നമുക്ക് മനസ്സിൽ തെളിഞ്ഞു വരും. ഉദാഹരണം പറഞ്ഞാൽ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതികൾ എന്ന് പറയാൻ 10,000 കണക്കിന്, പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റ്മെന്റ് 10,000 കണക്കിന്. അതെല്ലാം വറ്റിക്കൻ ലൈബ്രറി മ്യൂസിയത്തിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് അതിൽ നിന്ന് കോമൺ ആയിട്ട് പൊതുവിൽ എഗ്രി ചെയ്യുന്ന ഭാഗങ്ങൾ അതെടുത്തു വെച്ചുകൊണ്ടാണ് ആ ടെക്സ്റ്റുകൾ നമുക്ക് രൂപീകരിക്കപ്പെട്ടത്. എന്തായാലും ഒരു കാര്യം മാത്രം അറിഞ്ഞിരിക്കുക, ഇതിനകത്ത് വരുന്ന ആ ഭാഗങ്ങളൊക്കെ പ്രത്യേക കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നതും അത് ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേകമായ ടെക്സ്റ്റുകൾ അത് കൈമാറി വന്നതും അത് പ്രിന്റിങ്ങിലൂടെ ഒന്നും വന്നതുമല്ല. ഇന്നത്തെ നമ്മുടെ മോഡേൺ ആ കാലഘട്ടത്തിൻ്റെ ടെക്നോളജി വെച്ചുകൊണ്ട് അതിനൊന്നും വിധിക്കാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ കോപ്പിയുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് വേദപുസ്തകമാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് പറഞ്ഞ് റിഡാക്ഷൻ കിട്ടിയെന്ന് പറയുന്ന വേറെ സംഗതിയുണ്ട്. റിഡാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് ഒന്നും ഇവിടെ കൂട്ടിച്ചേർത്ത്, അതായത് ദൈവനൈവേദ്യരായ വിശുദ്ധന്മാർ കയ്യിൽ കെട്ടിയ കാര്യങ്ങൾ അവർ ഒട്ടും തന്നെ വിട്ടുകളയാതെ അവർ ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്നതിനാണ് റിഡാക്ഷൻ എന്ന് പറയും. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കമൻറ്റ് കൂടി അതിൻ്റെ കൂടെ കണ്ടുവന്ന് വരും. അപ്പോൾ അതാണ് അങ്ങനെയുള്ള പാഠഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇത് കൂട്ടിച്ചേർത്ത ഭാഗമാണോ ആദ്യത്തെ ഉണ്ടായിരുന്നതാണോ എന്നൊക്കെ അന്വേഷിക്കുന്ന പഠന ഭാഗമാണ് ഇതെന്ന് റിഡാക്ഷൻ കിട്ടും. ഞാൻ എന്താ പറയാൻ ഇത്രയും കാര്യം, ഇതെല്ലാം ഒന്നും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ട് വേറെ ദിവസം പഠിക്കണമെന്ന അർത്ഥത്തിലല്ല. എവിടുന്നെങ്കിലും തെറ്റിദ്ധാരണകൾ പരത്തുന്ന സാഹചര്യങ്ങൾ ഇന്ന സോഴ്സുകളുണ്ട്, ഇന്ന കാരണങ്ങളാണ് എന്ന് തിരിച്ചറിയാം. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അധികം അന്വേഷിക്കേണ്ട കാര്യമില്ല. എങ്കിലും സാധാരണ ഒരു ജ്ഞാനം ഉണ്ടാകുന്ന നല്ലതാണ്. ദൈവത്തിൻ്റെ വചനമാണ്, അത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മറ്റ് ഗ്രന്ഥങ്ങൾ പോലെയല്ല. ദൈവം അപ്പോൾ നമ്മോട് സംസാരിക്കുന്ന വചനത്തിലൂടെ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വിശ്വാസമാണ്. വിശ്വാസമില്ലാത്ത വേദോക്തം കയ്യിലെടുത്താൽ മറ്റേത് സാഹിത്യകൃതി പോലെ കയ്യിലിരിക്കും, അത്രയേ ഉള്ളൂ. മറ്റു കൂടെ അവന് മനസ്സിലാവില്ല. വിശ്വാസം ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദൈവമാണ് എന്ന്, ആ ദൈവത്തിൻ്റെ പിന്നീടുള്ള തെരഞ്ഞെടുപ്പാണ് ദൈവജനമെന്ന്, ആ ദൈവത്തിൻ്റെ യാത്രയിലുണ്ടായ പരാജയങ്ങളാണ് പിന്നീടൊക്കെ ശിക്ഷയ്ക്ക് കാരണമായതെന്ന്, അതിനുശേഷം ദൈവത്തിൻ്റെ കരുണയാണ് അവർ വീണ്ടെടുത്തതെന്ന് ഒക്കെ വീണ്ടും ദൈവം ഇവരെ നയിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് എന്ന്, അതാണ് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടത്. ഇതൊക്കെയാണ് ഒരു നല്ല വിശ്വാസിയായ ഒരു മനുഷ്യൻ വേദോത്സവം കയ്യിലെടുക്കുമ്പോൾ ഉള്ളിൽ വരേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഭാഗം എടുത്ത് തുറന്നു നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു തൃപ്തി ഉണ്ടാകും, ഒരു സന്തോഷമുണ്ടാകും, ആത്മീയമായ ഉണർവ് ഉത്തേജനം ഉണ്ടാകും. ഇതൊന്നുമില്ലാതെ ഒരു യുക്തിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് പുസ്തകം എടുത്ത് വായിച്ചതിന് ശേഷം അതിനകത്ത് കുറ്റങ്ങളും കുറവുകളും സാഹിത്യത്തിൻ്റെ ഭാഷയ്ക്ക് ഉപയോഗിക്കാൻ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതൊക്കെ ശരിയാണെന്ന് ധരിക്കാനായിട്ട് ഇടയായി. ഇതിനകത്ത് പഠിച്ചിട്ടുള്ള ആൾ പോലും ഞങ്ങളെപ്പോലുള്ള ആളുകൾ 6-7 വർഷങ്ങളോളം ഈ എഴുതിയ ഭാഷയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുകയും പഠിക്കുകയും അതനുസരിച്ചുള്ള ബിരുദം പ്രാപിക്കുന്നവർക്ക് ആ സെമിനാരിയെ പഠിപ്പിക്കും. 6-7 വർഷങ്ങളോളം. ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഹീബ്രു ഭാഷയിലും ന്യൂ ടെസ്റ്റ്മെൻ്റ് ഗ്രീക്ക് ഭാഷയിലും അതിനിടയ്ക്ക് ചില ഭാഗം അറമായിൽ ഭാഷ, ഇതൊക്കെ എത്രയോ വർഷങ്ങൾ പഠിച്ച് ഈ ഗ്രന്ഥം കയ്യിലെടുത്തിട്ട് അത് രൂപപ്പെട്ട പ്രദേശത്ത് അവരുടെ ആർക്കിയോളജിയും അതിൻ്റെ ജിയോഗ്രഫിയും ഒക്കെ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് സെമിനാറിലൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ അവർ അംഗീകരിക്കപ്പെട്ടു വരും. ആ രീതിയിലൊക്കെയാണ്. അങ്ങനെ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ തന്നെയും അവരോട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൻ്റെ കാര്യം ചോദിച്ചാൽ വിനയപൂർവ്വം പറയും ലെറ്റ് മീ കൺസൾട്ട് ദ സോഴ്സ്.
സോഴ്സ് ബുക്ക് നോക്കിയിട്ട് പറയാം എന്ന് പറയുന്നതാണ് വിനയം എന്ന് പറയും. അല്ലാതെ ഈ വേദപുസ്തക പ്രാജ്ഞാദ്യവസാനം അതിൻ്റെ എല്ലാ ആന്തരികാർത്ഥങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി പോലും ഭൂമിയിലില്ല, അങ്ങനെ ഉണ്ടാവുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് വിനയമായി കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അധികം പറയുന്നത് പ്രധാനമായും നമ്മൾ എടുത്തു பார்ക്കാൻ പോകുന്ന സംഗതികൾ ജലപ്രളയത്തെക്കുറിച്ച് ഇതൊക്കെ സംഭവ്യമാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? അത് ഏതെങ്കിലും കാലഘട്ടത്തിൽ എവിടെയെങ്കിലും വെള്ളപ്പൊക്കം നമുക്ക് 1919 നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവണം. അതുപോലെയുള്ള വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ മറ്റെല്ലാ മതഗ്രന്ഥങ്ങളും കണ്ടിട്ടുണ്ടാവണം. വിശുദ്ധ ഗ്രന്ഥകാരൻ എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട സംഗതി തിരഞ്ഞെടുക്കപ്പെട്ട ജനം വഴിതെറ്റിപ്പോയി, ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചു, അത് തിന്മ പ്രവർത്തിച്ചു. തിന്മ പ്രവർത്തിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത്? ശിക്ഷ സ്വാഭാവികമായിട്ടുണ്ടായി. സ്വാഭാവികമായിട്ട് ശിക്ഷ വന്നപ്പോൾ ദൈവം അരുപൂർണമായിട്ട് തള്ളിക്കളയുന്ന ദൈവം നല്ലത് അവിടെ ഒരു ചെറിയ വിഭാഗത്തെ വീണ്ടും തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു. അതാണ് നോഹൻ്റെ പെട്ടകത്ത് പ്രവേശിച്ചവരും. അങ്ങനെയുള്ള കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഈ വചനഭാഗത്തിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ധ്യാനിച്ചും പഠിച്ചും പോവുകയാണല്ലോ. അപ്പം എല്ലാ കാര്യങ്ങളും ആ വചനഭാഗത്തേക്ക് അക്ഷരാർത്ഥത വ്യാഖ്യാനിക്കാൻ പാടില്ല. അക്ഷരാർത്ഥത്തിലല്ലാതെ ഇതുപോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് വിമർശന പാതകൾ, അതുപോലെയുള്ള വിജ്ഞാന വീഥികൾ, അതിൽ ലഭിക്കുന്ന അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ കമൻറ്ററികളിലൂടെ കിട്ടുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഗൗരവമായിട്ട് പഠിക്കാനാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വേറെ പുസ്തകം നമുക്ക് ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് പഠനമൊന്നും ആവശ്യമില്ല. വേറെ പുസ്തകം പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ആധികാരികമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് മാത്രമേ. ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന ചില പ്രബോധനങ്ങളൊക്കെ യൂട്യൂബുകളിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. വളരെയധികമാണ്. വചനപ്രഘോഷകരുടെ എണ്ണം ഭയങ്കരമായിട്ട് പെരുകിയിട്ട്, പ്രത്യേകിച്ച് യൂട്യൂബ് തുറന്നു നോക്കി എത്ര പേരാണ് ഇങ്ങനെ വചനപ്രഘോഷണം നിൽക്കുന്നത്. അതൊക്കെ നാം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലർ നേരെ സഭയോട് ബന്ധപ്പെടാതെയൊക്കെ തന്നെ വചനം പ്രഘോഷിക്കുന്നത്. വചനം അത് മാത്രം മതി, ബാക്കിയൊക്കെ പരമ്പരവാദികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പറയുമ്പോൾ അത് അപൂർണമാണ് ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെയുള്ള രീതിയിലൊരു കാഴ്ചപ്പാടുകൂടി വേണം വേദപുസ്തക വചനപ്രഘോഷണങ്ങൾ ശ്രമിക്കാനായി. അപ്പോൾ ഇന്ന് യൂട്യൂബ് എടുത്ത് തുറന്നു നോക്കിയാൽ കാര്യം നമുക്ക് ഒരുപാട് തിന്മകൾ അതിനകത്തുണ്ടെങ്കിൽ തന്നെയും ദൈവജന കേന്ദ്രീകമായ പ്രഘോഷണങ്ങൾ ഉത്ബോധനങ്ങൾ ഒരുപാടുണ്ട്. അതിലൊക്കെ ചില ആളുകളൊക്കെ വ്യക്തിപരമായിട്ട് വളരെ ഇടുങ്ങിയ മനോഭാവത്തോടെ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിന് ശരിയായ വ്യാഖ്യാനം, വേദപുസ്തകം സഭയുടെ ചൈൽഡാണ്. അത് തറപ്പിച്ച് നമുക്ക് ആരോടും പറയാം, അത് സഭയുടെ ചൈൽഡാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ വ്യാഖ്യാന അവകാശവും അധികാരവും സഭയ്ക്കാം. ഞങ്ങൾ തന്നെയാണെങ്കിലും ഇത്രയും വർഷങ്ങളോളം പഠിച്ചിട്ട് തിരിച്ചു പോരുമ്പോൾ ഔദ്യോഗികമായിട്ട് ആധികാരികമായിട്ട് ഞങ്ങൾക്ക് റെക്കഗ്നേഷൻ നൽകുന്നത് ഓൺ കണ്ടീഷനിലാണ്. ഹൗ ടു ഇന്റർപ്രറ്റ് ദ ബൈബിൾ അക്കോർഡിംഗ് ടു ദി മജിസ്റ്റേറിയം ഓഫ് ദ ചർച്ച്. അതുപോലെ അത് കൃത്യമായിട്ട് പാലിക്കാം. അല്ലെങ്കിൽ അതുകൊണ്ട് അത് പാലിക്കാഞ്ഞതിൻ്റെ ഫലമാണ് ലക്ഷക്കണക്കിന് ഗ്രൂപ്പുകൾ ലോകത്തിലുണ്ടായി. ക്രിസ്തുവിനെ പ്രതി ലക്ഷക്കണക്കിന് ഗ്രൂപ്പുകളുണ്ടായി. കാരണം ഈ അടിസ്ഥാന തത്വം പാലിക്കാൻ തയ്യാറായി അവനവന് തോന്നിയ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന് നേതാവായി. അങ്ങനെ വന്ന് ഒരു പറഞ്ഞാൽ അത് കുറെ കൂടി വചനപ്രഘോഷണം ഒരു ഭൗതിക നേട്ടത്തിനുള്ള വഴിയായിട്ട് അതപ്പതിച്ചു പോയിട്ടുള്ളതും നമുക്ക് ക്ഷീണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ആത്മീയമായി പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങളിലേക്ക് തിരിയാൻ. അത് ദുർവ്യാഖ്യാനം ചെയ്താൽ വലിയ അപകടങ്ങൾ ഉണ്ടായിരുന്നു, വലിയ ആത്മഹത്യകൾ വരെ ഉണ്ടായി. ഒരു ഗ്രൂപ്പ് ഒന്നിച്ച് ആത്മഹത്യ ചരിത്രം ഉണ്ടായിരിക്കണം അമേരിക്കയിൽ. അതായത് വളരെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു വേദപുസ്തക ഭാഗത്തെ. അതുകൊണ്ട് പെട്ടെന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അദ്ദേഹം നേതാവ് കാണിച്ചു കൊടുത്തു. പിന്നീട് മനസ്സിലായി അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മരിക്കാൻ, എന്നാൽ എല്ലാവരും കൂടെ പോരട്ടെ എന്ന രീതിയിലാണ് സംഭവിച്ചത്. ചരിത്രം നടന്നത് സംഭവിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ വളരെ വിനയത്തോട് നോക്കാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എത്തി നിൽക്കുന്ന ജലപ്രളയത്തെക്കുറിച്ച് 7-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് 16 വരെ വാക്യങ്ങളാണ്. 13 തൊട്ട് 16 വാക്യങ്ങൾ വേറെ ജലപ്രളയത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അന്ന് തന്നെ നോഹയും ഭാര്യയും അവൻ്റെ പുത്രനായ ഷേം, ഹാം, യാഫേറ്റ് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. ഇതാണ് ആദ്യത്തെ ഭാഗം. അവരോടൊത്ത് എല്ലായിനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴയന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു. ജീവനുള്ള സകല ജഡത്തിൽ നിന്ന് 2 വീതം നോഹയോടുകൂടി പെട്ടകത്തിൽ കടന്നു. സകല ജീവജാലങ്ങളും നോഹയുടെ ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ ആണും പെണ്ണും ആയിട്ടാണ് കടന്നു വന്നത്. എന്ത് ചെയ്തു?
അവസാനം പറഞ്ഞ കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു. പെട്ടകം പണിതൊക്കെ നോഹ, കാര്യങ്ങൾ ക്രമീകരിച്ചതൊക്കെ നോഹ. പക്ഷെ എന്തിനാ അങ്ങനെ അവസാനം പറഞ്ഞിരിക്കുക? വാസ്തവത്തിൽ അടച്ചത് നോഹ തന്നെയല്ലേ. പക്ഷെ എവിടെ പറഞ്ഞത് കർത്താവ് നോഹയെ അതാണ് ഇത് വ്യാഖ്യാനിക്കുമ്പോൾ അത് ദൈവശാസ്ത്രജ്ഞന്മാർ ആത്മാവിൽ നിറഞ്ഞവർ പറയും. അവർ വേറെ പല കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് മുമ്പിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. എന്ത് സംഭവമായത്? അതായത് നിന്റെ രക്ഷ ഒരു ചെറിയ വിഭാഗത്തിൽ രക്ഷയാണെന്ന് ആദ്യത്തെ സന്ദേശത്തിനാണ്. അതായത് എന്തുമാത്രം തിന്മ ലോകത്തിൽ പെരുകിയാലും ദൈവം മനുഷ്യകുലത്തെ ഉപേക്ഷിക്കുകയില്ല, ഒരു വിഭാഗം രക്ഷ പ്രാപിക്കും എന്നതിൻ്റെ സൂചനയാണ് നോഹയും കുടുംബവും. നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആശ്വസിപ്പിക്കണമെന്നാണ്. അപ്പം അതോട് ചേർന്ന് പോകുന്ന മറ്റൊരു കാര്യമാണ് മനുഷ്യൻ നീങ്ങുന്നത് ദൈവത്തിൻ്റെ പരിപാലനയിലാണ്. അത് വിശ്വസിക്കുന്നതിന് മാത്രമേ ജീവിതത്തിൽ നിലനിൽപ്പ് ഉറപ്പുണ്ടാകില്ല. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുക. നോഹ എല്ലാവരും അകത്ത് കയറി പറഞ്ഞപ്പോൾ കർത്താവ് നോഹയെ പെട്ടകത്തിൽ അയച്ചു എന്നാണ്. അപ്പോൾ പ്രളയവർണ്ണത്തിൻ്റെ പ്രത്യേക കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ വിവരണത്തിൻ്റെ ആ അക്കങ്ങളൊക്കെ നോക്കുമ്പം പല പാരമ്പര്യങ്ങൾ കൂട്ടിച്ചേർത്ത ഉദാഹരണം പറഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങി തുടങ്ങി, പിന്നെ വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. ഇത് യഹോവ പാരമ്പര്യക്കാരൻ പറഞ്ഞു വെക്കുന്നതാണ്. 7 എന്തിനാ അദ്ദേഹം പറയാൻ കാരണം? അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ അക്കമാണ്. അതുകൊണ്ടാണല്ലോ ഈശോയുടെ നാമം 777 777 ബിബ്ലിക്കൽ നമ്പറുകളിൽ 3 പൂർണ്ണതയുടെ അക്കമാണ്. അതുകൊണ്ടാണ് മൂന്നാം ദിവസം പറയുന്നത് പൂർണ്ണത എടുത്ത് കാണിക്കാൻ. അപ്പോൾ 777 3 പ്രാവശ്യം വരുമ്പോൾ അത് സമ്പൂർണ്ണതയാണ്. സമ്പൂർണ്ണത ആരാണ്? അത് ഈശോ മിശിഹായാണ്. അതേസമയം 6 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇംപെർഫെക്റ്റ്, അപൂർണതയാണ്. ആ അപൂർണത 3 പ്രാവശ്യം വന്നപ്പോൾ അപൂർണത അങ്ങേയറ്റമായി. അതുകൊണ്ടാണ് 666 എന്ന് പറയുന്ന. അപ്പം അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നില്ലേ, അത് പിശാചിൻ്റെ നമ്പര, സാത്താൻ്റെ നമ്പര. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായ കാര്യം. 7-ാം ദിവസം പ്രളയം അവസാനിച്ചിരിക്കും. ഉണ്ടോ? 7 ദിവസം തുടങ്ങി വീണ്ടും പറയുകയാണ് 7 ജോഡി ജീവജാലങ്ങളെ അതിനകത്ത്, ശുദ്ധ ജീവജാലങ്ങളകത്ത് പ്രവേശിച്ചു. അപ്പോൾ 7 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നോഹ ഇങ്ങനെ പ്രാവണി അയക്കും. അപ്പോൾ 7 നിർദ്ദേശിക്കുന്ന കാര്യം അത് അതിൻ്റെ പൂർണ്ണമാണ്, നിശ്ചിതമാണ് എന്ന് പറയും. 40 ദിവസം രാപ്പകൽ മഴ പെയ്തു എന്ന് ഇങ്ങനെ യഹോവ പ്രവേശം പറയുമ്പോൾ വ്യത്യസ്തമായിട്ട് പുരോഹിത പാരമ്പര്യത്തിലും മറ്റൊരു കാഴ്ചപ്പാട്. അതുകൊണ്ട് കോൺട്രഡിക്ഷൻ അല്ല, അത് വേറൊരു പാരമ്പര്യമാണ്. അപ്പോൾ നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറയുന്നതിൻ്റെ കാരണം അത് പുരോഹിത പാരമ്പര്യത്തിൻ്റെ പ്രത്യേകതയാണ് പ്രിസിഷൻ. അപ്പം അതുകൊണ്ട് കൃത്യ അക്കം എടുത്ത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ വെച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെ തന്നെയാണ്. പുതിയ നിയമത്തിൽ പൗലോസ്ലിഹ സ്വതന്ത്രമായും സുഖമായും ഉപയോഗിക്കുന്ന പദങ്ങൾ എല്ലാവർക്കും അറിയാം, പഠിച്ചിട്ടുള്ളവർക്ക്. അതേസമയം അതിൽ നിന്നും വ്യത്യസ്തമായ അദ്ദേഹം ഒരിക്കലും ഉപയോഗിക്കാത്ത പദങ്ങൾ ഉപയോഗിച്ച ഭാഗങ്ങൾ അദ്ദേഹത്തിന് ലേഖനത്തിൽ വന്നാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം അത് എവിടെ നിന്നോ എടുത്തതാണ്, മറ്റാരുടേതാണ്. അത് മനസ്സിലാക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഫിലിപ്പിയാക്കൊക്കെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 5 തൊട്ട് 11 വാക്യങ്ങളിൽ അത് പൗലോസ്ലിഹായുടെ അല്ല, പൗലോസ്ലിഹായുടെ ശൈലിയുമല്ല, ഭാഷയുമല്ല, ഒന്നുമല്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ ലേറ്റസ്റ്റായിട്ട് പണ്ഡിതന്മാർ കണ്ടുപിടി. പിന്നെയാതെയാണ് പൗലോസ്ലിഹായ്ക്ക് മുൻപ് സഭയുടെ ആരംഭത്തിൽ ദൈവാരാധനയ്ക്കായിട്ട് ആരോ ക്രമീകരിച്ച ഒരു ക്രിസ്റ്റോളജിക്കൽ ഹിമ, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമാണ്. അത് അപ്പസ്തോലൻ തൻ്റെ ലേഖനത്തിൽ അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കൂട്ടിച്ചേർത്ത് വെച്ചതാണ്. അപ്പോൾ അതുപോലെയാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ ജലം വർഷിച്ചുകൊണ്ടേയിരുന്നു, വെള്ളം പെട്ടകത്തിന് മീരെ ഒഴുകി, ജലനിരപ്പ് വളരെ ഉയർന്നു, ആകാശത്ത് നീര് തല ഉയർത്തുന്ന സർവ്വപർവ്വതങ്ങളും വെള്ളത്തിന് അടിയിലായി, പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴം വരെ വെള്ളം ഉയർന്നു. അപ്പം അതിൻ്റെ വളരെ പ്രിസിഷനോടുകൂടി പറയുന്നത് പുരോഹിത പാരമ്പര്യം. അത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടൊന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അതൊരു വിവരണത്തിൻ്റെ രീതിയിൽ ഇങ്ങനെ ഈ പുരോഹിത പാരമ്പര്യക്കാൻ പറഞ്ഞാൽ കറക്റ്റ് ഇത്ര ദിവസം, ഉദാഹരണം പറഞ്ഞാൽ ആറാറാത്ത് പർവ്വത നിരയിൽ പോയി അവിടെ കൊണ്ട് ഈ നോഹയുടെ പെട്ട ഉറച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ അറാറാത്ത് പർവ്വതം അന്വേഷിച്ചു പോയത് അർമേനിയയിലാണ്. പർവ്വതം അന്വേഷിച്ചു പോലെ അവിടെ ഉറച്ച പെട്ടകത്തിന് ആവശ്യത്തിന് നോക്കുകയാണെങ്കിൽ വെറും അർത്ഥരഹിതമായ കാര്യമാണ്, അങ്ങനെയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ കൃത്യതയാണ് അതിൻ്റെ പുരോഗതി ശൈലി എന്ന് പറയുന്നത്. അത് ആഘാതങ്ങളുടെ ഉറവിൽ, അദ്ദേഹം പറഞ്ഞ അഘാതങ്ങളുടെ ഉറവുകൾ അത് അവിടെ പൊട്ടി ആകാശജാലങ്ങൾ തുറന്നു എന്ന് പറയുന്നത് ആദിമ സൃഷ്ടിയുടെ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞ അതേ ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ പുതിയൊരു സൃഷ്ടികർമ്മത്തിന് ദൈവം ഒരുങ്ങുന്നു. അതായത് പുതിയ സൃഷ്ടികർമ്മം എന്ന് പറയുമ്പോൾ തിന്മ പെരുകി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ
തിന്മയുടെ വ്യക്തികളെ മുഴുവൻ ഉച്ചാടനം ചെയ്തു. അതിനുശേഷം ദൈവത്തിന് ഭയങ്കരമായ പുതിയൊരു തലമുറയ്ക്ക് ജന്മം കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കാനായി അവിടെ പറയുന്നു ഈ പുരോഹിത പാരമ്പര്യം 150 ദിവസം ജലം നീണ്ടു നിന്നു എന്ന്. ഇതെടുത്ത് വെച്ചുകൊണ്ട് വൈരുദ്ധ്യമുണ്ട്. കാരണം ഒരിടത്ത് 40 എന്ന് പറയുമ്പോൾ 150 എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയണം. അതിന് മറുപടി പറയണമെങ്കിൽ ദൈവിക വ്യത്യസ്ത പാരമ്പര്യങ്ങളുടെ ഭാഗങ്ങൾ ഒന്നിച്ച് ചേർത്താണെന്ന കാര്യം നമുക്ക്. അപ്പോൾ ജീവജാലങ്ങളുടെ നാശമാണ് ഇതുതന്നെ പുരോഹിത പാരമ്പര്യത്തിലുണ്ട്. 7:21 അല്ലെ 22-21 വരെ ഭാഗ്യങ്ങൾ. ഭൂമുഖത്ത് ലഭിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും തന്നെ കന്നുകാലി കാട്ടുമൃഗങ്ങളും എല്ലാം ചത്തൊടുങ്ങി. അപ്പോൾ വളരെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ശൈലിയാണ് പുരോഹിത പാരമ്പര്യത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് വളരെ നിശ്ചിതമായ രീതിയിൽ ഭൂമുഖത്ത് ഉടനീളം അതെല്ലാം വഴി ചത്തൊടുങ്ങി എന്ന് പറയുമ്പോൾ ഈ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത്. ലോകത്തിൽ അങ്ങനെ സംഭവം ഉണ്ടാവില്ല. എല്ലാ മൃഗങ്ങളെയും എല്ലാ മനുഷ്യരെയും കൊന്നു എന്നുള്ള അർത്ഥത്തിലല്ലത്. നേരെ മറിച്ച് ശിക്ഷയുണ്ടായി. അന്ന് അറിയപ്പെട്ടിരുന്ന സാഹചര്യങ്ങളിൽ അന്ന് ഇസ്രായേൽ ജനം അന്ന് കംപ്ലീറ്റ് ആയിട്ട് ശത്രു വന്ന് കീഴടക്കി ഒരുപാട് പേര് മരിച്ചു വീണു. യേശുവിൻ്റെ കാരണം മനസ്സിലിരിക്കുന്ന അതാ. അതായത് ഈ ഭയങ്കരമായ തിന്മയെ മുഴിയപ്പോഴാണ് ബാബിലോണിയൻ രാജാവ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ചക്രവർത്തി വന്ന് എല്ലാത്തിനെയും അടിച്ചൊതുക്കാൻ മാത്രം ഒരുപാട് പേരെ കൊന്നൊടുക്കി. അതിനുശേഷം കൊണ്ട് തിരിച്ച് ബാബിലോണിനെ കൊണ്ട് അവിടെയും കൊന്നൊടുക്കി. അത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. തോബിത്തിന്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ ഞാൻ കാണുന്നത് അതിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പം അതുകൊണ്ട് അത് ചത്തൊടുങ്ങി എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ മനുഷ്യരെയും കൊന്നു എന്നുള്ള അർത്ഥത്തിലില്ല. അപ്പോൾ ഒരേ വിധത്തിൽ അതായത് പുരോഹിത പാരമ്പര്യവും യഹോവ പാരമ്പര്യം ജേസോസ് എന്ന് പറയുന്ന കുറേ വികാരസമ്പന്നമായ രീതിയിൽ പറയുന്ന ഒരു ദൈവിക പാരമ്പര്യം. ഉദാഹരണം പറഞ്ഞാൽ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് നാസാരം ഊരി എന്ന് പറയും. ഒരു ആന്ത്രപ്പോളജിക്കില്ല, അതാ പ്രത്യേകത അതിൻ്റെ ആ ശൈലി തന്നെയാണ്. പക്ഷെ പുരോഹിത പാരമ്പര്യമാണ് ദൈവം മനുഷ്യനെ എല്ലാ സ്വാധീനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രപഞ്ച ശക്തികളെല്ലാം ദൈവപരിപാലനയിലാണ് മുമ്പോട്ട് പോകുന്നുള്ള കാര്യം അവർ എടുത്തു പറയുന്ന ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തത് മനുഷ്യന്റെ പാപമാണ് ഭൗതികമായ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ പോലും അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായിരിക്കും. മനുഷ്യ ജീവിതത്തിന് അസന്തുലിതാവസ്ഥയ്ക്ക് ആയിരിക്കുന്നത് മനുഷ്യന്റെ പാപമാണ്. പിന്നെ മനുഷ്യ നിർമ്മിതം ഇന്നിപ്പോൾ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇന്ന് വരുന്ന നാശങ്ങൾ ഇവിടെ ഈ നാശം മുഴുവൻ മനുഷ്യനിർമ്മിത വാതകങ്ങൾ കൊണ്ടല്ലേ. ഇപ്പൊ ശാസ്ത്രന്മാർ പറയുന്നത് കേട്ടില്ലേ, ഏത് സമയത്തും താപനില കണ്ടമാനം ഉയർന്നാൽ ഒരു ധ്രുവ പ്രദേശങ്ങളിൽ മഞ്ഞങ്ങ് ഉരുങ്ങിയിട്ട് ഒരു വർഷം ഭൂമിയുടെ ഏറെ ഭാഗങ്ങൾ വെള്ളത്തിനടിയാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ടല്ലോ. ഇപ്പം മനുഷ്യന്റെ പ്രവൃത്തിയിൽ ഇതിനൊക്കെ ഫലത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഭൂമി നല്ലൊരു ഭാഗസമുദ്രത്തിലാവും. തന്നെയല്ല മനുഷ്യന്റെ ആ വല്ലാത്ത സാഹചര്യങ്ങളിൽ മരുഭൂമി വരെ രൂപപ്പെട്ട് വളർന്ന് വികസിക്കും. കാരണം പല ജനവാസ കേന്ദ്രങ്ങൾ മരുഭൂമിയായി പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വനമേഖല തന്നെ വളർന്ന് വികസിച്ച് മനുഷ്യ ജീവിത വാസകേന്ദ്രങ്ങളിലേക്ക് ഇങ്ങനെ വന്യമൃഗങ്ങൾ ഇറങ്ങിക്കൊണ്ട് മനുഷ്യനെ കൊന്നൊടുക്കുന്ന എന്തൊരു സാഹചര്യം ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കുണ്ട് അതിനകത്ത് വേദനയും ഉത്തരവാദിത്വം ഒക്കെ? ഇതിനൊക്കെ ഒരു വകുപ്പും മരും ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചാൽ ഇന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ ഒരു ആന ചവിട്ടിക്കൊന്ന ഒരു പ്രത്യേകമായ വാർത്ത. അപ്പം എന്ന് പറഞ്ഞാൽ വന്യജീവി എന്ന് പറയുന്ന അനിയന്ത്രിത മാറ്റങ്ങൾ വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം മനുഷ്യൻ തന്നെയാണ്. കാരണം മനുഷ്യനെ പരിധി വിട്ട ഈ മനുഷ്യനേക്കാൾ വലിയ ആളൊന്നും ഇല്ലല്ലോ. ഇപ്പം മൃഗം മനുഷ്യനേക്കാളും വലുതാണോ? അല്ലല്ലോ. അപ്പൊ മനുഷ്യത്തിന് വിഘാതമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള അധികാരം മനുഷ്യന് ഏത് സർക്കാരും കൊടുക്കേണ്ടതല്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ട സംഗതി. എന്തിനാ നമ്മൾ ഈ നിയമം വെച്ചിരിക്കുന്നത്? മനുഷ്യനെ ഈ മൃഗങ്ങളെ കൊല്ലരുതെന്ന് എന്തിനാ പറഞ്ഞിരിക്കുന്നത്? ആ അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി. അതുപോലെ മനുഷ്യനെ അന്യാധീനപ്പെടുത്തി നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് ഇന്നത്തെ കാഴ്ചപ്പാട് നമ്മൾ മാറേണ്ടതാണ്. നമ്മുടെ കയ്യിലൊരു വകുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വകുപ്പിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേക താല്പര്യം. മന്ത്രിയുടെ താല്പര്യം എന്നാ വകുപ്പിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വന്യജീവി സംരക്ഷിക്കുക. അവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കേണ്ടതല്ലേ? ഇതാർക്കും അതേക്കുറിച്ച് ചിന്തയില്ലാത്ത. അപ്പം നമ്മുടെ കയ്യിലിരിപ്പ് തന്നെ നമ്മുടെ പാപാവസ്ഥ തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ വലിയ പ്രവർത്തനം ഉണ്ടാകുന്നതെന്നുള്ള കാര്യം നമുക്ക് സംശയമുണ്ട്. ആരെക്കുറിച്ചും പരിഗണനയില്ല. അതായത് അവനവൻ്റെ പ്രത്യേക പ്രദേശങ്ങളിൽ ശീതീകരിച്ച മുറിക്കകത്തുള്ളിൽ ഇരുന്നുകൊണ്ട് ഈ ഭരിക്കുന്ന ആൾക്കാരെ അവിടെ താമസിക്കുന്ന മനുഷ്യന്റെ കഷ്ടതകളും ക്ലേശങ്ങളും അറിയാതെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന കൃഷി വിഭവങ്ങളെല്ലാം ഒരൊറ്റ രാത്രി വന്ന് ഈ വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിച്ച് കഴിയുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് ആ കുടുംബങ്ങളുടെ തകർച്ചയെക്കുറിച്ചോ ഈ ഭരണാധികാരികൾക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിയമം പൊളിച്ചെഴുതാൻ വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയില്ലേ? ഇതല്ലേ വേണ്ടത്? അതല്ലേ ചെയ്യേണ്ടത്? അത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരസ്പരം കൺസൾട്ട് ചെയ്യില്ലേ? അത് ഒരു വകുപ്പും കൊണ്ട് തന്നെ ഒരുത്തനങ്ങ് നടക്കുകയാണ്. ഈ നിയമം എന്തിനു വേണ്ടിയിട്ട് സർക്കാരിന്റെ ജോലി എന്നതാണ്?
സർക്കാർ ജോലിന മനുഷ്യ ജീവനും അവൻ്റെ പ്രോപ്പർട്ടിക്കും സംരക്ഷണം കൊടുക്കാനുള്ള പ്രഥമമായ ഒരു ഉത്തരവാദിത്വം അത് നിർവഹിക്കാതെ ഈ വിധത്തിലൊക്കെ പോയിട്ട് വന്യമൃഗങ്ങളെല്ലാം കൂടെ വന്ന് മനുഷ്യരെ കൊന്നുപോകും. നമ്മൾപ്പെട്ട ആരുമല്ല, പ്രത്യേക ഒരു വിഭാഗമാണല്ലോ, അവർ ചിത്തോട്ടെ എന്ന് ചിന്തിക്കുന്നത് പാപമാണ്. അതുകൊണ്ട് ഈ പാപാവസ്ഥയാണ് ഇന്നത്തെയും അസന്തുലിതാവസ്ഥ. കാരണം അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഈ വിവരണത്തിൻ്റെ ഒക്കെ അർത്ഥം. അതുകൊണ്ട് ആ പെട്ടകം എന്ന് പറയുമ്പോൾ ഇവിടെ വിശുദ്ധഗ്രന്ഥകാരൻ പറയുന്നത് മനുഷ്യൻ്റെ രക്ഷയുടെ വഴി സഭയാണ് എന്നുള്ളതാണ്. അപ്പം സഭയുടെ പ്രതീകമായിട്ടാണ് പെട്ടകത്തെ അവർ കണ്ടിരിക്കുന്നത്. 8-ാം അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ അത് പുരോഹിത പാരമ്പര്യമാണ്. നോഹയുടെ പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. ഓക്കെ, പുരോഹിത പാരമ്പര്യത്തിൽ കണ്ടില്ലേ, എപ്പോഴും ദൈവ കേന്ദ്രീകൃതമാണ്. ദൈവം ഓർത്തു എന്ന് പറഞ്ഞ ആ പദത്തിൻ്റെ ഉള്ളിൽ രക്ഷ എന്ന് പറയുന്ന സത്യമാണ് അടങ്ങിയിരിക്കും. അബ്രഹാമിനെ ദൈവം ഓർത്തു. പുരോഹിത പാരമ്പര്യത്തിൽ പിന്നീട് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും നമ്മൾ പറയുന്നില്ലേ, ഓർമ്മയ്ക്കായിട്ട് എന്ന് പറയാൻ എൻ്റെ രക്ഷയ്ക്ക്, നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് തോന്നുന്നു എന്നായി പറഞ്ഞ പ്രധാനപ്പെട്ട സംഗതി. കർത്താവിൻ്റെ ഓർമ്മ നമ്മുടെ രക്ഷയാണ്. അതുകൊണ്ട് ഓർമ്മ എന്ന പദം ബിബ്ലിക്കലാണ്, പൊതുവായ ആഴമുള്ള അർത്ഥമുള്ള. അപ്പോൾ അബ്രഹാമിനെ അല്ല, ഇവിടെ ദൈവം നോഹയെ അല്ലെങ്കിൽ പ്രവേശിച്ചവരെ ദൈവം ഓർത്തു. അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി എന്ന് പറയുമ്പോൾ ചുമ്മാ വെറുതെ വായിച്ചു പോയി വെറും കാറ്റ് വീശലല്ലത്. അത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ജലത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരതി നടന്നിരുന്നു എന്ന് പറയുന്നതാണ് ഈ കാറ്റ്. എന്ന് പറഞ്ഞാൽ പുതിയൊരു ജീവിതത്തിൻ്റെ ആത്മാവ് അവിടെ കടന്നു വന്നു. അതായത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതാണ് ഈ കാറ്റ് വീശി എന്ന് പറയുമ്പോൾ ഉണ്ടാകും. കർത്താവിനെ പറയില്ലേ, കാറ്റിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശെന്ന് പറയുമ്പോൾ ഈ പദത്തിനൊക്കെ ഒത്തിരി ദൈവശാസ്ത്രമായ അർത്ഥമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വെള്ളം ഇറങ്ങി മറ്റൊന്നുമല്ല എന്ന് സംഭവിച്ച അഗാധങ്ങളിലെ ഉറവുകൾ നിലച്ചു, ആകാശത്തിന്റെ ചാലുകൾ അടഞ്ഞു, മഴ നിലയ്ക്കുകയും ചെയ്തു. അങ്ങനെ ജലം ഭയങ്കരമായ രീതിയിൽ ഉയർന്നിരുന്നത് പിൻവാങ്ങി. ഇതാണ് ഈ ഭാഗത്ത് 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം കുറഞ്ഞു. അവിടെ കണ്ടില്ലേ, വാക്ക് മാറിയത് കണ്ടില്ലേ, 40 എന്നുള്ളത് ഇവിടെ 150 ദിവസം കഴിഞ്ഞു. അതാണ് പുരോഹിതന്റെ പാരമ്പര്യപ്പെട്ടി. 150 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളം കുറഞ്ഞു. 7-ാം മാസം 17-ാം ദിവസം പെട്ടം അറാറാത്ത് പർവ്വതത്തിൽ കയറി. അവിടെ നിന്നിരിക്കുന്നത് 7-ാം മാസം കണ്ടോ. 7-ാം മാസം പറഞ്ഞാൽ അത് പൂർണ്ണതയുടെ എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ ശിക്ഷയുടെ പ്രവൃത്തി അതിന്റെ പൂർത്തീകരിക്കപ്പെട്ടു. അവിടെ അറാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്നാണ് പറയും. അറാറാത്ത് പർവ്വതത്തിൽ ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ മോശ എന്ത് ചെയ്തു? പ്രത്യേകിച്ച് എടുത്തു പറയുന്നു, പ്രാവിനെ വിട്ടു. അത് പിന്നെ തിരിച്ചു വന്നില്ല. അതിൻ്റെ അർത്ഥം വെള്ളം താന്നില്ല, അതിനെ കാല് കുത്താൻ ഇടം കിട്ടിയില്ല, അതുകൊണ്ട് അത് തിരിച്ചു വന്നില്ല. എവിടെയെങ്കിലും പോയി നഷ്ടപ്പെട്ടു പോയി കാണും. ഇപ്പം നോഹയുടെ അന്നത്തെ ജീവിതത്തിൻ്റെ 601-ാം വർഷം എന്ന് പറയുന്നത്, അതായത് ജീവിതത്തിന് 60-ാം വർഷം, പ്രത്യേകിച്ച് പുരോഹിത പാരമ്പര്യം 60-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം അത് എന്ത് ചെയ്തു? ഭൂമുഖത്ത് എല്ലാം വെള്ളം പറ്റിത്തീർന്നു. നോഹ പെട്ടെന്ന് എന്ത് ചെയ്തു? അത് വളരെ അതിൻ്റെ പെട്ടകം പൊക്കി നോക്കി. അപ്പോൾ ഭൂതലമെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു. 27-ാം ദിവസം ഭൂമി തീർത്തും ഉണങ്ങി. അവിടെയും വീണ്ടും എത്തുമ്പോൾ ദൈവം ഓർത്തു, നോഹയെ ഓർത്തു എന്നാണ്. അപ്പോൾ അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. അതുകൊണ്ട് ഈ ഓർത്തു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ കാര്യത്തിലാണെങ്കിലും മോശയെ വിളിക്കുമ്പം ദൈവം പറയുന്ന അവിടെ നിലവിളി എൻ്റെ പക്കൽ എത്തിയിരിക്കും. ദൈവം അവരെ ഓർത്തു. അതുകൊണ്ടാണ് രക്ഷ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ദൈവം മോശയോട് എന്നാ പറഞ്ഞു, ഈജിപ്തുകാർ നിലവിളി എൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ ദീനരോധനം എൻ്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്നു, എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കുകയും ചെയ്തു. കണ്ടോ, ആ ഓർമ്മ രക്ഷയുടെ പദമാണെന്ന കാര്യം പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുക. വിമോചനം നൽകുന്ന പ്രക്രിയയാണ് ഓർമ്മയെന്ന് പറയുന്നത്. കാറ്റ് വീശി അത് ജലത്തിൻ്റെ മേലെ ദൈവത്തിൻ്റെ 2ാമത്തെ സൃഷ്ടിയുടെ പ്രത്യേകമായ ഒരു കർമ്മത്തെ ഉപയോഗിക്കുക. അറാറത്ത് എന്ന് പറയുന്ന സംഗതി ഇന്നത്തെ വാസ്തവത്തിൽ ഇന്നത്തെ പ്രത്യേകമായ അർമേനിയ എന്ന ആ സ്ഥലത്ത് ആണ് വാസ്തവത്തിൽ ആ സ്ഥലം. അവിടെ അറാറത്ത് എന്ന് പറയുന്ന സ്ഥലം കാണാൻ സാധിക്കുന്നത് കാസ്പിയൻ കടലിനും കരിങ്കടലിനും മധ്യേ കൗക്കസ് പർവ്വത നിരയുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് ഈ അറാറാത്ത് പർവ്വതം. അർമേനിയയിലാണ് അതിനകത്ത് ഉള്ള. അതുകൊണ്ട് അവിടെ ഉറച്ചെന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് നുവാഹ് എന്ന ഹീബ്രു വാക്ക എന്ന് പറഞ്ഞാൽ വിശ്രമിച്ചു എന്നറിയാം. നുവാഹ് എന്ന് പറയും. നോഹ എന്ന പദം തന്നെ ഇതിൽ നിന്ന് വരുന്ന നുവാഹ്. അവിടെ ഉറച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാണ് ദൈവശാസ്ത്രമനാണ് അവിടെ വിശ്രമിച്ചു. അതായത് പുതിയ സൃഷ്ടികരണത്തിൻ്റെ ആ കർമ്മത്തോടുകൂടി ഒരു വിശ്രമം കടന്നു വരികയാണ്. പാട്ടിൽ കണ്ടില്ലേ, ആദ്യത്തെ സൃഷ്ടിയിൽ തന്നെ 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ. അതായത് 8 ആവോട്ട് 12 വരെ 40 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ വീണ്ടും വന്നിരിക്കും.
ഇത് വായിച്ചു വരുമ്പോൾ നമുക്ക് എന്നാ തോന്നും? 150 ദിവസം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കണ്ടിരിക്കും. 40 ദിവസം. 40 എന്ന് പറഞ്ഞാൽ അതിന് അന്നേരം മനസ്സിലാക്കണം അത് വേറൊരു പാരമ്പര്യത്തിന് കടന്നു പോകുന്നത്. ഇവിടെ വിശുദ്ധ ഗ്രന്ഥന്മാരെന്താ ചെയ്തത്? എന്നാൽ അത് ഇതിനോട് ചേരുകയല്ലോ എന്ന് വിചാരിച്ച് അത് തെറ്റായിട്ട് കണക്കെന്ന് വിചാരിച്ച് അങ്ങ് വെട്ടിക്കളയല്ലേ ഇത്. അത് കിട്ടിയ പാടെ അതേവിടെ കൂട്ടിച്ചേർത്ത് വെച്ചു. അപ്പോൾ ഇവിടെ 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയിരുന്ന കിളിമാരിലൂടെ ഒരു മലങ്കാക്കയെ പുറത്തോട്ട് വിട്ടു. വെള്ളം പറ്റുമോ എന്ന് വറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അങ്ങും ഇങ്ങുമൊക്കെ പറന്നു നടന്നു. അപ്പോൾ ഭൂമിയുടെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങിയതെന്ന് അറിയാൻ വേണ്ടി ഒരു പ്രാവിനെ വിട്ടു. അതും ആ ഇടം കാണാതെ പ്രാവ് എന്ത് ചെയ്തു? അത് തിരിച്ചങ്ങ് വന്നു. പക്ഷേ ഭൂമുഖത്തിൻ്റെ അപൂർവം വെള്ളം ഉണ്ടായിരുന്നു. അവൻ ഇത് കൈനീട്ടി പ്രാവിനെ പിടിച്ച് അത് വീണ്ടും തൻ്റെ കൂടാത്തിൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞ് അവൻ വീണ്ടും ഒരു പ്രാവിനെ വിറ്റു. വൈകുന്നേരം പ്രാവ് തിരിച്ചു വന്നു. അതിൻ്റെ കൊക്കിൽ, അതായത് കൊത്തിയെടുത്ത ഒരു ഒലിവ് വൃക്ഷത്തിൻ്റെ അത് ചുണ്ടിൽ കൊത്തിക്കൊണ്ട് അത് തിരിച്ചു വന്നു. നോക്കണേ, അത് വാസ്തവത്തിൽ മീനിങ് എന്താണ്? ഇന്ന് ഒരു ഒലിവ് കമ്പ് ചുണ്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രാവിൻ്റെ ചിത്രം നമ്മളിപ്പോൾ കാണാറ്. എന്നാ അത് അനുരഞ്ജനത്തിൻ്റെ സമാധാനത്തിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ അനുരഞ്ജനപ്പെട്ടു എന്നതിൻ്റെ അർത്ഥമാണ്. പ്രാവ് ഒരു വാസ്തവത്തിൽ ഒരു മരത്തിൻ്റെ ശാഖ അല്ലെങ്കിൽ ഇല അത് കൊത്തിയെടുത്തുകൊണ്ട് വന്നു എന്ന് പറയുന്നു. 7 നാൾ കഴിഞ്ഞ് വീണ്ടും പ്രാവിനെ വിറ്റു. അത് പിന്നെ തിരിച്ചു വന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? വെള്ളം കംപ്ലീറ്റ് പറ്റി. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. അതേ ഉടനെ ചെയ്തത് എന്താണ്? അത് ഒരു ബലിപീഠം ഉണ്ടാക്കിയിട്ട് ബലിയർപ്പണം നടത്തി. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നു. അത് വീണ്ടും തുടങ്ങി അതേ കാര്യം തന്നെ പുരോഹിത പാരമ്പര്യത്തിൽ പറഞ്ഞു. ദൈവം നോഹയോട് പറഞ്ഞു, ഭാര്യയെ പുത്രൻ അവരുടെ ഭാര്യമാർ എന്നിവരോട് കൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തു വരിക, പെട്ടകത്തിൻ്റെ പക്ഷികളെ മൃഗജാതികളെ എല്ലാം പുറത്ത് കൊണ്ടുവരിക, സമൃദ്ധമായി പെരുകി ഭൂമി നിറയട്ടെ. ആദ്യത്തെ വിവരണത്തിൽ തന്നെ ക്രിസ്ത്യൻ അമ്മ പറഞ്ഞ പോലെ മനുഷ്യർ പറഞ്ഞ ഭൂമി പെരുകാനാണ്. സമൃദ്ധമായി പെരുകി ഭൂമി നിറയട്ടെ. ഇപ്പം ഭാര്യയും പുത്രന്മാരും ഒക്കെ അവരുടെ ഭാര്യമാരും ഒക്കെ നോഹ പുറത്തിറങ്ങി. മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും എല്ലാം അത് ഇനം തിരിച്ച് പുറത്തേക്ക് പോയി. അപ്പോൾ ഒരു പുതിയ സൃഷ്ടികരണം നടക്കുക ദൈവപരിപാലന ബലിയർപ്പണത്തോടു കൂടി. അപ്പോൾ നോഹ കർത്താവിന് ദഹന ബലിപീഠം നിർമ്മിച്ചു. ദഹന ബലിപീഠം എന്ന സമ്പൂർണ്ണ സമർപ്പണമാണ്. അതായത് തിന്മയെ ശിക്ഷിച്ച് രൂപപ്പെട്ടു വന്ന പുതിയ സമൂഹം ദൈവത്തിൻ്റെ സമൂഹമെന്ന സമ്പൂർണമായിട്ടുള്ള അർപ്പിക്കുന്ന സമൂഹമായിട്ട് മാറി എന്ന് കാണിക്കാനുള്ള സമ്പൂർണ്ണ ദഹനബലി അർപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ തലങ്ങളിലും ആ ദഹനബലിയുടെ സ്വാധീനം അതെല്ലായിടത്തും അതിൻ്റെ ഗന്ധം എന്ന് പറഞ്ഞാൽ ദൈവം പ്രീതിപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ അതിൻ്റെ ഹൃദ്യമായിട്ടുള്ള ഗന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന പോലെ ഈ ബലിയർപ്പണത്തിൻ്റെ ഗന്ധം കിട്ടാൻ ദൈവം ഇരിക്കുന്ന പോലെ അർത്ഥത്തിലല്ല. നമ്മുടെ പ്രവൃത്തി സ്വീകാര്യമായിട്ട് മാറി, ഇവരുടെ പ്രവൃത്തി സ്വീകാര്യമായിട്ട് മാറി എന്നാണ് നാം മനസ്സിക്കുന്നത്. എന്തെന്നാൽ അന്ന് ദൈവസന്നിധിയിൽ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരുന്നത് ഇപ്പോൾ ദൈവത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാം സംഗതി ചൂടും തണുപ്പും മുഴുവൻ രാവും പകലും ഒക്കെ വീണ്ടും നിലയ്ക്കുകയില്ല എന്ന് ദൈവം തന്നെ പറഞ്ഞു. ഭൂമിയിൽ ഞാൻ ഇനി മനുഷ്യനെ ഇതുകൊണ്ട് ശിക്ഷിക്കുകയില്ല എന്ന് പറയുന്ന ഭാഗത്തോടുകൂടിയാണ് അത് അനുരഞ്ജനത്തിൻ്റെ പൂർണ്ണതയായിട്ട് കർത്തമാണ്. അപ്പോൾ ദഹനബലി സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ നമുക്ക് ഇത്രയും കാര്യം വെച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം അങ്ങ് സമാപിപ്പിക്കുകയാണ്. അതായത് നമ്മൾ എന്തായെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എത്ര മാത്രം വിശദീകരിച്ചാലും വിവരിച്ചാലും യേശുവിൻ്റെ ഭാവത്തിൻ്റെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കുറേയേറെ ബുദ്ധിമുട്ടുണ്ട്. അതാ പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുത്തത്. നമ്മളെന്താ ചെയ്യേണ്ടത്? അതിനകത്ത് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. അതായത് തിന്മ പെരുമ്പോൾ ശിക്ഷ കടന്നു വരും. എത്ര കഠിന ശിക്ഷയായാലും ദൈവം കാരുണ്യവാനാണ്. അത് ഒരു വിഭാഗത്തെ എപ്പോഴും നന്മയിൽ സംരക്ഷിച്ചിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിലും അതിഭയങ്കരമായ തിന്മ പെരുകുമ്പോൾ ഇവിടെ തിന്മ മാത്രമല്ല എന്ന കാര്യം ഓർക്കണം. ഇവിടെ നന്മയുള്ള മനുഷ്യരുണ്ട്. അവരെ ഒറ്റപ്പെട്ടിരിക്കും. അവരെ ശബ്ദം ശ്രദ്ധിച്ചൊന്നും വരികയില്ല. അവരെ ആരും പരിഗണിച്ചൊന്നും വരികയില്ല. പക്ഷേ അവരിലൂടെ ആയിരിക്കും അടുത്ത തലമുറ രക്ഷപ്പെടുന്നവർ എന്ന കാര്യം നാം മനസ്സിലാക്കുക. അപ്പം അവരുടെ കൂടെ കൂടാൻ നന്മയുടെ കൂടെ കൂടാൻ വിശുദ്ധ ഗ്രന്ഥ വായനക്കാര് ദൈവവചനം ശ്രമിക്കുന്നവർ തയ്യാറാകണം. അല്ല ലോകം മുഴുവൻ തിന്മയാണ് എന്നും വാർത്തകൾ കേൾക്കുന്നത് തിന്മയാണ്. വാർത്തയാകുന്ന എപ്പോഴാണ് തിന്മയാകുമ്പോഴാണ്. നന്മ ചെയ്ത ആരാ വാർത്തയാക്കുന്നത്? എന്തുമാത്രം നന്മ സഭയുണ്ട്, വല്ല വാർത്തയാണ്, ഒരു വാർത്തയില്ല. പക്ഷെ മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവം എന്താണ്? തിന്മ എവിടെയത് കണ്ടോ അത് പ്രതികരിച്ച് കാണുമ്പോൾ അത് വാർത്തയാവും. ആ വാർത്ത എന്നതിനും വായിച്ചു പോകുന്നത് വിചാരിക്കുക എല്ലാവരും ഇങ്ങനെ ആത്മഹത്യ കണ്ടുവാൻ പെരുകുന്ന കാണുമ്പോൾ അതുകൊണ്ട് കൂടിയാണ് എനിക്ക് തോന്നുന്നത് ആത്മഹത്യ പെരുകാൻ കാരണം. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യം ഒരു തരത്തിലൊരു വഴിയും തുറക്കാതെ അടഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങളിൽ പലരെ ആത്മഹത്യയുടെ കഥകൾ മനസ്സിൽ വരിക വാർത്തകളിൽ നിന്ന് കിട്ടിയതാണ്.
അങ്ങനെ വരുമ്പോൾ അത് ഞാനും പോയേക്കാമെന്ന് വിചാരിച്ച് പോകുന്നവരാണ് നല്ല വിഭാഗം ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ ധരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ വാർത്തകൾ തന്നെ തിന്മ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് വാർത്തകളെല്ലാം തിന്മയാണെന്നും പറയുന്നത്, വാർത്ത ചമയ്ക്കുന്നവരും തിന്മയുള്ളവരാണെന്നും പറയുന്നില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലിരിക്കേണ്ടതാണ്. വാർത്തകൾ നമ്മളെ സ്വാധീനിക്കും, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അതുകൊണ്ട് ആ വാർത്തകൾ പലപ്പോഴും നല്ല വാർത്തയായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നന്മയുള്ള പ്രവൃത്തികളെ നമ്മൾ സൃഷ്ടിക്കാനും നന്മയുള്ള ആളുകളെ നമ്മൾ അനുകരിക്കാനും ശ്രമിച്ചുകൊണ്ട് ആ വിധത്തിൽ നമ്മുടെ തലമുറയെ വളർത്തിയെടുത്താൻ കഴിഞ്ഞാൽ നന്മ പ്രസരിക്കും, പ്രകാശം പ്രശോഭിതമാകും, ചുറ്റുപാടുകൾ നന്നാകും, സമൂഹത്തിലേക്ക് മനുഷ്യന് സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. ഇന്ന് മുഴുവൻ കേൾക്കുന്ന ഭീകര പ്രവർത്തനങ്ങളും അവിടെ ഇവിടെയും വന്ന അട്ടിമറികളും മനുഷ്യൻ്റെ കൊല ചെയ്യാനായിട്ട് ഒരു മടിയുമില്ലാത്ത സാഹചര്യങ്ങളും ഇപ്പോൾ ചില ജനവിഭാഗങ്ങൾ പോലെ തന്നെ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. തിരിച്ചറിയുമ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിനും അതിൽ അവരാരും വിജയിക്കാൻ പോകുന്നില്ല. ആത്യന്തികമായി വിജയിക്കുന്ന എപ്പോഴും ദൈവം തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും കർത്താവിന് പരാജയപ്പെടാൻ പറ്റില്ല. കർത്താവ് വിജയശ്രീലാളിതന ഒരിക്കലും പരാജയപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് തിന്മ എവിടെ പെരുകിയാലും തിന്മയുടെ അട്ടിമറി എവിടെ പോയി കേട്ടാലും ശരി, മനസ്സ് തകരാതെ നമ്മൾ ആ വിധത്തിൽ നന്മഭൂമിയിൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ നന്മയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. പിന്നത്തെ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മൾ തുടരുന്നതാണ്. പിന്നെയുള്ള ഭാഗത്തിലേക്ക് എറപ്പളയത്തിൻ്റെ മുതിർന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ തുടരുന്നതാണ്. നമ്മൾ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവാചകത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.